അല്ലാഹുവിന്റെ അടുക്കൽ ജമാഅത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് അത് വെള്ളിയാഴ്ച സുബഹിയുടെ ജമാഅത്താ. എന്റെ പ്രിയപ്പെട്ടവരെ, ആറാമതായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, എല്ലാവരും കുളിക്കുന്നവരാ, എല്ലാ ദിവസവും കുളിക്കുന്നവരാ. പക്ഷേ വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വേണ്ടിയുള്ള കുളിയുണ്ടല്ലോ, അത് സാധാരണ കുളി പോലെയല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ജാ അഹദുകുമുൽ ജുമഅ ഫൽയഗ്തസിൽ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വരുന്നവരെ നിങ്ങൾ കുളിച്ചിട്ട് വരണേ, നിങ്ങൾ കുളിച്ചിട്ട് വരണേ, ജുമഅയ്ക്ക് വേണ്ടി നിങ്ങൾ കുളിക്കണേ. നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഉസ്ലി യൗമൽ ജുമഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തമിൽ. റസൂലുള്ളാഹി തങ്ങൾ അവിടെന്ന് പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, പ്രായപൂർത്തി എത്തിയ എല്ലാ മനുഷ്യർക്കും വെള്ളിയാഴ്ച ദിവസത്തെ കുളി നിർബന്ധമാ. ജുമഅയ്ക്ക് വരുന്നവർ കുളിക്കണം സഹോദരാ, കുളിച്ചിട്ട് വേണം പള്ളിയിലേക്ക് കടന്നു വരാൻ. മഹാനായ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം കുളിക്കണേ. മഹാനായ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുകയാണ്, ജുമഅ ദിവസം ആരെങ്കിലും കുളിച്ച് മീശ വെട്ടുകയും നഖം മുറിക്കുകയും വസ്ത്രം നല്ലതുപോലെ ശുദ്ധീകരിക്കുകയും. മഹാനായ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വെള്ളിയാഴ്ച ദിവസം കുളിക്കണം, മീശ വെട്ടണം. വെള്ളിയാഴ്ച ദിവസം മീശ വെട്ടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, തലയിൽ എണ്ണ തേക്കണം വെള്ളിയാഴ്ച. ചുമ്മാ കുളിച്ചാ പോരാ, വെള്ളിയാഴ്ച ദിവസം എന്തൊക്കെ ചെയ്യണം? എണ്ണ തേക്കണം തലയിൽ, മീശ വെട്ടണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നഖം വെട്ടണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെവിടെ വെട്ടുന്നേ? ആരാ മീശ വെട്ടേണ്ടത്? ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുക്കേണ്ടത് ഭാര്യ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് വെട്ടിക്കൊടുക്കണം? നമ്മൾ ബംഗാളിയെ കൊണ്ടാ വെട്ടിക്കണേ. ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കണം. ആര്? നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ച ദിവസം ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. പെണ്ണുങ്ങള് പറയാ, തലയിലല്ലേ എണ്ണ കുളിപ്പിച്ച് കിടത്തേണ്ട സമയം കഴിഞ്ഞു, എണ്ണ തേക്കാൻ അങ്ങോട്ട് ചെന്നാ മതി. ഭാര്യയുടെ മുന്നിൽ പോണ എണ്ണ തേക്കാൻ തലയായിട്ട്. സുബ്ഹാനല്ലാഹ്. ഇനി മീശയല്ല വെട്ടിക്കൊടുക്കണ, തല തന്നെ വെട്ടിക്കളയ. അങ്ങനത്തെ കയ്യിലിരിപ്പ ഭർത്താവിന്. അങ്ങാർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാ മതി. ഇങ്ങാരുടെ സ്വഭാവം എനിക്കല്ലേ അറിയൂ ഉസ്താദ്. അതന്നെ. നിങ്ങൾ ആരെങ്കിലും എന്തുകൊണ്ടാ നിന്റെ ഭാര്യയല്ലേ നിന്റെ തലയിൽ എണ്ണ തേച്ച് തരേണ്ടത്, എന്തുകൊണ്ടാ നിങ്ങൾ കൊടുക്കാത്ത? പണ്ട് ഇപ്പോഴല്ലേ ബാർബർ ഷോപ്പൊക്കെ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭർത്താവ് മീശ ഭർത്താവിന് മീശ വെട്ടി കൊടുക്കുന്ന കത്രിക എടുത്തോണ്ട് പോയി കണ്ണാടി പിടിച്ചു കൊടുത്ത് വെട്ടും. അന്ന് ഈ മുടി വെട്ടുന്ന ആൾക്കാർ വീട്ടിൽ വരുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? ഭർത്താവിന്റെ മീശ ഭാര്യ വെട്ടണം. ഭാര്യയാണ് ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കേണ്ടത്. അതൊക്കെ ഒരു വല്ലാത്ത സുഖമുള്ള ജീവിതമാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കതൊക്കെ ഓർക്കുമ്പോ തന്നെ ടെൻഷനാ. അല്ലാഹു പറഞ്ഞു, പെണ്ണ് കെട്ടിയാ സമാധാനം കിട്ടും. അല്ലാഹ് എന്താ പറഞ്ഞ്? കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടും. നമ്മൾ പെണ്ണ് കെട്ടിയപ്പോ സമാധാനം പോയി. അല്ലാഹുവിന്റെ അവസ്ഥ. അല്ലാഹ് പറഞ്ഞ കല്യാണം കഴിച്ചാൽ സമാധാനം. അല്ലാഹു അല്ലെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അല്ലാഹു പറഞ്ഞത്, ഈ വിവാഹം കഴിച്ചാൽ നിനക്ക് സമാധാനം ഉണ്ടാകും, സാമ്പത്തിക നേട്ടമുണ്ടാകും, ബർക്കത്ത് ഉണ്ടാകും. നമ്മൾ കെട്ടിയപ്പോ എല്ലാം പോയി, കൊത്തുവാളയെടുത്ത്. എന്തുകൊണ്ട്? ഖുർആൻ പറഞ്ഞത് ഒരിക്കലും തെറ്റാകില്ല. ഖുർആൻ പറഞ്ഞത് ശരിയാ. പക്ഷെ തെറ്റാനുള്ള കാരണം നമ്മുടെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്? നിങ്ങൾ പഠിക്കു സഹോദര. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്ന്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതല്ലേ? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കുക.
അരക്കയ്യന്മാരെയൊന്നും അവിടെ കേട്ടത്തില്ല. പൊക്കണമെങ്കിൽ നല്ലപോലെ പൊക്കിക്കോ. അൽഹംദുലില്ലാഹ്. താത്തമാരൊക്കെ ഒന്ന് കൈ പൊക്കിക്കോ, സ്വർഗത്തിൽ പോകാൻ. മോതിരം തിളങ്ങുന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഫർദക്കകത്ത് പിടിച്ചിടാതെ ഇന്ന് തരാവുള്ളതല്ലേ. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, നിങ്ങളൊരു ചരിത്രം ഞാൻ പറയാം. ഈ ആടിനെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന്. ഇൻഷാ അല്ലാഹ് ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ കൂടെ നടക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗത്തിൽ പോകാനാണ്. ആദം നബി ഇങ്ങനെ സ്വർഗത്തിലൂടെ നടക്കുമ്പോ അല്ലാഹ് ചോദിച്ചു, എന്തേ ആദമേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? സ്വർഗത്തിലൂടെ നടക്കുന്ന ആദം നബിയോട് അള്ളാഹു ചോദിക്കുകയാ, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. അല്ലാഹുവേ, ജോലിയുണ്ട, കിളയ്ക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, എല്ലാമുണ്ട് സ്വർഗത്തിൽ. കഷ്ടപ്പാടില്ല, വിയർപ്പില്ല, മലമില്ല, മൂത്രമില്ല, ഒന്നുമില്ല, ദുർഗന്ധമില്ല. എല്ലാവർക്കും 33 വയസ്സ്, എല്ലാവർക്കും ഒരേ സൗന്ദര്യം. അപ്പൊ എല്ലാരും ഇങ്ങനെ അതാ സ്വർഗം. സ്വർഗത്തിലേക്ക് പോകൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം മഹാനായ ആദം നബി സ്വർഗത്തിലൂടെ നടക്കുമ്പോ അള്ളാഹു ചോദിച്ചു, എന്തേ ആദമേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? ഒറ്റയ്ക്ക് നടന്നിട്ട് ഒരു സുഖമില്ല. എന്താ പറയണേ? ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. എന്തോ ഒരു കുറവുള്ളത് പോലെ. എവിടെ വെച്ചാ മനുഷ്യ പറഞ്ഞ? സ്വർഗത്തിൽ വെച്ച്. അള്ളാഹുടെ സ്വർഗത്തിൽ വെച്ചിട്ട് ആദം നബി പറയണ, ഒറ്റയ്ക്ക് നടന്നിട്ട് എന്തോ ഒരു പ്രയാസം. ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോഴാ ആദം നബിക്ക് സമാധാനം കിട്ടി. അപ്പൊ ആലോചിക്ക്, സ്വർഗത്തിനേക്കാളും വലിയ സന്തോഷം കുടുംബജീവിതത്തിനല്ലേ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം, അതാണ് സഹോദര ഏറ്റവും ലോകത്തെ ഏറ്റവും മനോഹരം കുടുംബജീവിതമാണ്. ഭർത്താവ് ഭാര്യയുടെ തലയിൽ, ഭാര്യ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കണം പെങ്ങളെ. നിനക്കറിയോ പ്രതിഫലം? നിനക്കറിയോ നിന്റെ പാവങ്ങൾ അല്ലാഹു പുറത്തുതരണേ? നിന്റെ ഇക്കാടെ തലയിൽ ഇത്തിരി എണ്ണ തേച്ചു കൊടുക്കുന്നതിലൂടെ നിന്റെ പാപം അല്ലാഹു പുറത്തു തരും. സ്നേഹത്തോടെ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. കാമുകിയുടെ കയ്യിൽ, കണ്ടവന്റെ ഭാര്യയുടെ അല്ല, കണ്ടവന്റെ ഭാര്യയുടെ അല്ല, സ്വന്തം ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച ഈ കൈയുടെ വിരലുകൾക്കിടയിലൂടെ നിങ്ങളുടെ രണ്ടുപേരുടെയും പാവം അല്ലാഹു പൊറുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എടാ, സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാ കിട്ടുന്ന പ്രതിഫലം അറിയോ? സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് അജിരിക്കൂല. അയൽവാസിയുടെ ഭാര്യ നോക്കിയിട്ട്, ആമിന സുഖാണോടി, തിന്നോടി. സ്വന്തം പെണ്ണുപിള്ളയെ കാണുമ്പോഴോ മറുതാന്ന് വിളിക്കണേ. ഇവിടെ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയ കിട്ടുന്ന പ്രതിഫലം അറിയോ? അല്ലാഹു അഅലം. നീ ഒന്ന് നോക്ക് നിന്റെ ഭാര്യയെ, എന്ത് സുന്ദരി എന്നറിയോ? നീ കണ്ടവന്റെ ഭാര്യയെ നോക്കിയിട്ട് സൗന്ദര്യം പറയടാ. നിന്റെ ഭാര്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവൾ. നിനക്ക് വേണ്ടി ജീവിക്കുന്നവളാ നിന്റെ ഭാര്യ. നീ അവളുടെ മുഖത്ത് നോക്ക്. ഇപ്പൊ നിങ്ങള് പറയൂ, ഉസ്താദേ ഇതെന്റെ പെണ്ണുമ്പിള്ള എടുത്ത് പറയാൻ. നിന്നോടും കൂടെ പറയണത്, നീ സ്വന്തം ഭർത്താവിന് കഷണ്ടിയായി മുടിയൊക്കെ നരച്ച് ഗ്ലാമർ ഇല്ല, എപ്പോഴും അകന്നകന്ന്. മോളെ, നീ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് സ്നേഹത്തോടെ നീ നോക്ക്. നോക്കുന്നതിന് പോലും കൂലിയല്ലേ? അല്ലാഹുവേ, ഒന്ന് കൈ പിടിച്ച പാപം പൊറുക്കല്ലേ? എന്റെ പെങ്ങളെ, നീയാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി. ഭർത്താവിന്റെ എന്ത് കാര്യം ചെയ്തു കൊടുത്താലും, വസ്ത്രം കഴുകി കൊടുത്താൽ, എല്ലാത്തിനും നിനക്ക് പ്രതിഫലമാ. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് പെണ്ണാണ്. പക്ഷെ എല്ലാം ഒറ്റ വാക്കിൽ നശിപ്പിച്ചു കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. പെണ്ണിനെ പോലെ പ്രതിഫലമുള്ള ആരുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മുഖത്ത് നോക്കിയാൽ, കയ്യിൽ പിടിച്ചാൽ, വസ്ത്രം കഴുകിയാൽ, ഭക്ഷണം വെച്ചാൽ, എന്ത് ചെയ്താലും പ്രതിഫലം 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 പ്രതിഫലം. പ്രസവിച്ച പ്രതിഫലം ഇല്ല, എല്ലാ പാല് കൊടുത്ത പ്രതിഫലം. എന്ത് കാര്യം ചെയ്താലും പെണ്ണിന് പ്രതിഫലം കിട്ടും. പക്ഷെ ഇത്രയും പ്രതിഫലം ഉണ്ടെങ്കിലും ഒറ്റ വാക്കിൽ അത് മുഴുവനും നശിപ്പിച്ചു കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതേത് വാക്കാ? ഏത് വാക്കാ? ഒരു ഉദാഹരണം ഞാൻ പറയാം. നന്ദിയില്ലാത്ത വാക്ക് പറയും പെണ്ണുങ്ങൾ. നന്ദിയില്ലാത്ത വാക്ക് പറയും. നിങ്ങൾ ഉദാഹരണത്തിന് 10 കൊല്ലമായി വിവാഹം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും വഴക്കില്ല, ബഹളമില്ല, സന്തോഷം, സമാധാനം എല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാ അവളുടെ കുടുംബത്തിൽ ഒരു കല്യാണമാണ്. ഓള് കെട്ടിവന്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു നല്ല ഒരു സാരി വേണം, വില കൂടിയ ഒരു സാരി വേണം. അല്ലാഹുവേ, അങ്ങനെ വാങ്ങിക്കൊടുക്കാമെന്ന് സമ്മതിച്ചു. കല്യാണത്തിനൊക്കെ ഡേറ്റ് അടുത്ത് വന്നു. പടച്ചോനെ,
ഓള് പറഞ്ഞ കാര്യം വാങ്ങാതെ എങ്ങാണ് നിങ്ങൾ വീട്ടിലൊന്ന് കയറിപ്പോയി നോക്കിക്കേ. നമ്മുടെ ഭാര്യ പറഞ്ഞ ആ ഒരു കാര്യം നമ്മൾ വാങ്ങിക്കാതെ വീട്ടിനകത്തേക്ക് കയറിപ്പോയാ നമ്മുടെ ഭാര്യ പറയുന്ന വാക്കെന്തെന്നറിയോ? അല്ലെങ്കിൽ ഇന്ന് വരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും മേടിച്ചു തന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ 10 കൊല്ലം ചെയ്തത് മുഴുവനും പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. നന്ദിയില്ലാത്ത വാക്ക്, ഒരൊറ്റ വാക്ക് പറയും, ഇന്ന് വരെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ഒരൊറ്റ പറച്ചലാ നീ. ആ ഒരൊറ്റ പറച്ചലിലൂടെ നിന്റെ എല്ലാം പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഭാര്യയും ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീബി റളിയല്ലാഹു എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവന്ന ഭാര്യയ്ക്ക് കൊടുക്കും. നമ്മൾ മോന്തും. നമ്മൾ ആദ്യം ചെയ്യും പഠിക്കേണ്ടത് മണിയറയിൽ ഭർത്താവ് കുടിച്ചിട്ട് ഭാര്യയ്ക്ക് കൊടുക്കും. അങ്ങനെയല്ലേ ഉസ്താദ്? അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരല്പം പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോ, ഇന്ന് ആയിഷ നീ കുടിക്കെന്ന് പറഞ്ഞ ആയിഷ ബീവിയുടെ കൈ കൊടുത്തു. ആയിഷ ബീവി കുടിച്ചു. കുടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു കൊടുത്തപ്പോ ആ പാത്രം ഇങ്ങനെ മേടിച്ചിട്ട് എന്തോ നോക്കുന്നുണ്ട്. അപ്പൊ ആയിഷ ബീവി എന്താ നബിയെ കളഞ്ഞു പോയതുപോലെ നോക്കണേ? അല്ല ആയിഷ, നിന്റെ ചുണ്ട് എവിടാ വെച്ച് കുടിച്ചേന്ന് നോക്കുവാന്ന്. നീ എവിടെയാണോ ചുണ്ട് വെച്ച് നോക്കി, ആ ഇവിടാണ്. ആയിഷ ബീവി ചുണ്ട് വെച്ച അതേ സ്ഥലത്ത് മുത്തി നബി ചുണ്ട് വെച്ചിട്ട് പാല് കുടിച്ചു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും തിന്ന പാത്രത്തിനകത്ത് നിങ്ങളുടെ ആമിന തിന്നുമോ? പറമനിച്ച പണ്ടുള്ള ആൾക്കാര് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിൽക്കും, ഭാര്യമാര് നോക്കി നിൽക്കും, ആ പാത്രത്തിൽ ഇത്തിരി ബാക്കി ഉണ്ടാകും കഴിക്കാൻ. ഇന്നോ പറമ്പി നോക്കിയാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. റസൂൽ അതാ കുടുംബജീവിതം എന്ന് പറയും. ഒരു പുതപ്പിന്റെ കീഴിൽ കിടക്കലും മാത്രമല്ല, ഈ പെരുമാതുറയിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയോ? ഈ പെരുമാതുറയിലെ ഏറ്റവും മനോഹരമായ വീട്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വീട്, ആരുടെ വീട്ടിലാണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത്, ആ വീടാണ് പെരുമാതുറയിലെ ഏറ്റവും മനോഹരമായ വീട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്നുണ്ടോ? ഒന്ന് കൈവയ്ക്കുക. അങ്ങനെ ആരെങ്കിലും ഒരാളെങ്കിലും പൊക്കറോ? ആരാ? അൽഹംദുലില്ലാ, നിങ്ങൾ രക്ഷപ്പെട്ടു മനുഷ്യാട്ടാ, നിങ്ങൾ രക്ഷപ്പെട്ടു. ഇതായിരിക്കേണ്ടത് സ്വന്തം ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്ന്. അതാ വീട്, അതാ വിഷയം ഞാൻ പറഞ്ഞത്. പഠിക്കണം. കുടുംബജീവിതം തന്നെ ഒരു 2 ദിവസം വഴുത് പറയണം ഇൻഷാ അല്ലാഹ്. അടുത്ത കൊല്ലമെങ്കിലും 2 ദിവസം വഴുത് പറയണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു ദിവസം ഭർത്താവിന് ഭാര്യയോടുള്ള കടമ, 2ാമത്തെ ദിവസം ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ നമുക്ക് പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാർ, ഇതിനേക്കാളും വലിയ, അതുകൊണ്ട് ബഹുമാനമില്ല, ഒന്നുമില്ല. പഠിക്കണം പെങ്ങളെ. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഭർത്താവ് ആരെന്ന് പിടിക്കോ? അറിയോ? ആരാ ഭർത്താവിനോട് ചോദിക്കേണ്ടത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് ഒരു സഹാബി യാത്ര പോകുമ്പോ ഭാര്യയോട് പറഞ്ഞു, നീ വീടിന് വെളിയിൽ ഇറങ്ങരുത്. എല്ലാം മേടിച്ചു കൊടുത്തു, എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. ഭർത്താവ് പോകുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു, നീ വീടിന് പുറത്തിറങ്ങരുത്. പറഞ്ഞിട്ട് പോയി. അല്ലാഹുവേ പടച്ചവൻ, അപ്പോഴാണ് ഈ പെണ്ണിന്റെ വാപ്പയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. അപ്പൊ വീട്ടുകാര് വന്നിട്ട് പറഞ്ഞു, നിന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുന്നു. അപ്പൊ ഈ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആളെ പറഞ്ഞു വിട്ടു, നബിയെ, എന്റെ വാപ്പ രോഗിയായി കിടക്കുകയാ. ഭർത്താവ് പറഞ്ഞത് വീടിന്റെ പുറത്തിറങ്ങരുതെന്ന. എന്ത് ചെയ്യണം? ഞാൻ പോകണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞതനുസരിക്കും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, പെണ്ണ്, നിന്റെ വാപ്പ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കാം, അവസാനമായിട്ട് നിനക്കൊന്ന് കാണണമെങ്കിൽ വാ. അപ്പോഴീ പെണ്ണ് മുത്തി നബിയുടെ മുന്നിൽ ആളെ പറഞ്ഞു വിട്ടു. അപ്പോഴേ നബി പറഞ്ഞു, ഭർത്താവ് പറഞ്ഞതനുസരിക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നിന്റെ വാപ്പ മരിച്ചു, ഇനി ജീവിരിക്കലും നിന്റെ ഉപ്പാനെ കാണാൻ പറ്റൂല, വേണമെങ്കിൽ ഇറങ്ങി വാ, അവസാനമായിട്ടൊന്ന് കണ്ടോ. അപ്പോഴും മുത്തി നബിയുടെ മുന്നിൽ പറഞ്ഞു വിട്ടു. അപ്പോഴും പറഞ്ഞു, ഭർത്താവ് പറഞ്ഞതനുസരിക്കും. നമ്മളോ? നമ്മുടെ ഭാര്യയോ? ഓള് വീട്ടിൽ പോയി നിന്നിട്ട് വിളിച്ചു പറയും, ഞാനിവിടെ എത്തിയെന്ന്. അതാ മനസ്സിലാക്കേണ്ടത്. കുടുംബജീവിതം അത്രയും പുണ്യമാണ്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു പെണ്ണ് വെളിയിലൂടെ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അവളെ ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പഠിക്കണം പെങ്ങളെ. ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. അതാണ് ജീവിതം. അങ്ങനെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാ സന്തോഷവും സമാധാനം. നീ പഠിക്കേണ്ടത് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ
അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി. ചരിത്രം വായിച്ചു നോക്കണം. ഖദീജ എന്ന് പറഞ്ഞ മുത്തുനബി കരയും. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേര് പറഞ്ഞാൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കരയും. അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ആരെങ്കിലും ഇത്തിരി ഇറച്ചി കൊണ്ടുവന്ന് കൊടുത്ത ആദ്യം ഭാര്യയുടെ സ്വന്തം വീട്ടിലെടുക്കുന്നതിനേക്കാളും കൂട്ടുകാരിയുടെ, ഖദീജ എന്റെ ഭാര്യയുടെ കൂട്ടുകാരിയല്ല, അവൾക്ക് കൊടുത്തുവിടും. അത്രയ്ക്കും സ്നേഹമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. പെണ്ണ് കെട്ടിയത് അപ്പോഴാ. 25കാരൻ 40കാരിയെ വിവാഹം കഴിച്ചു. പ്രണയ വിവാഹമായിരുന്നില്ല, മനസ്സിലായിക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവിയെ വിവാഹം കഴിച്ചു. 25 കൊല്ലം ജീവിച്ചു ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം മുത്തുനബി ഒരു ദിവസം വീട്ടിലേക്ക് കയറി വരുമ്പോ പ്രായം ചെന്ന ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കുളിച്ചൊരുങ്ങി നിൽക്കുക. എന്തേ ഖദീജ ഇന്ന് പ്രത്യേകിച്ച്, എന്തേ ഇന്ന് വല്ലാത്ത പ്രത്യേകത? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം വിളമ്പി കൊടുത്തു, കുളിക്കാൻ വെള്ളമെടുത്തു കൊടുത്തു, അവസാനം മുത്തുനബിക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. ഇതെല്ലാം കണ്ടിട്ട് പ്രവാചകന് വല്ലാത്ത അത്ഭുതം. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയോട് ചോദിച്ചു, ഞാൻ മടി കിടക്കട്ടെ നബിയെ? ഖദീജ ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ടിൽ കിടന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ ഞാൻ പോകുവാണ് നബിയെ. 25 കൊല്ലം നമ്മൾ രണ്ടും ഒരുമിച്ച് ജീവിച്ചു. ഈ 25 വർഷത്തിന്റെ ഇടയിൽ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ വാ പൊത്തിപ്പിടിച്ചു. നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നോ? നീ എന്നോട് യാത്ര പറയുന്നോ ഖദീജ? നീ എന്നെ വിട്ടിട്ട് പോകുകയാണോ? നീ എന്താ ഈ പറയണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ വാ പൊത്തിപ്പിടിച്ചു. നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്, കാരണം നിന്നെക്കുറിച്ച് പറയാൻ ഒരു പരാതി എനിക്കില്ല ഖദീജ. 25 കൊല്ലം ജീവിച്ചിട്ട് ഒരു ഭർത്താവ് തന്നെക്കാളും 15 വയസ്സ് കൂടുതലുള്ള ഭാര്യയോട് പറയാ, എനിക്കൊരു പരാതിയില്ല, നിന്നെക്കുറിച്ച് പറയാൻ ഒരു പരാതിയില്ല. ഉറപ്പായിരുന്നു. കാരണം ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ലോകത്ത് ഒരു പെണ്ണിനും കിട്ടൂല അതുപോലത്തെ പ്രതിഫലം. ലോകത്ത് ഒരു ഭാര്യയ്ക്കും കിട്ടാത്ത പ്രതിഫലമാ ഖദീജ ബീവിക്ക്. സ്വർഗത്തിൽ ഒരു മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം, ആരും ശല്യം ചെയ്യാത്ത ഭാഗത്ത്. എന്തിനെന്നറിയോ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല. 25 കൊല്ലം റസൂലുള്ളാഹി തന്നെക്കാളും വയസ്സ് കുറഞ്ഞ നബിയോടൊപ്പം 1-2 വയസ്സല്ല, ഇത്ര വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും ഒന്ന് ശബ്ദമുയർത്തിയിട്ടില്ല ഖദീജ. അതാണ് ഭാര്യ. അത് വെച്ച് നോക്കുമ്പോ നമ്മുടെ ആമിനായിക്ക് കിട്ടുന്ന നരകത്തിൽ എവിടെയെങ്കിലും ഒരു വീട് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തൊക്കെയാ പഠിക്കും നിങ്ങളെ. 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദം ഉയർത്തിയിട്ടില്ല. ഖദീജ ബീവിയോട് ഇത് പറഞ്ഞപ്പോ ചാടി എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തു. എത്രാമത്തെ വയസ്സിൽ ചിന്തിക്ക്, എത്രാമത്തെ വയസ്സിൽ നിങ്ങൾ ചിന്തിക്ക്. പ്രായം ചെന്ന ഖദീജ ബീവി. നമ്മളോ പ്രായമായി കഴിഞ്ഞ ആമിനയുടെ റൂമിൽ, അബൂബക്കറിന്റെ റൂമിൽ കിടക്കണം. പ്രായമായി കഴിഞ്ഞാൽ ഒരുമിച്ച് കിടക്കോ? നിങ്ങൾ എത്ര പേര് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കണം? എത്ര പേരുണ്ട്? കാരണം വയസ്സാങ്കാലമായി കഴിഞ്ഞപ്പോ അവളെ കൊണ്ട് പ്രയോജനമില്ല. തെള്ളി അക്കരെ ഇക്കരെ കിടക്കാം. ആമിന വാമോളെ, ഭർത്താവ് വിളിക്കുക, ആമിന വാമക്ക് ഒരുമിച്ച് കിടക്കും. മക്കളൊക്കെ ഇരിക്കുന്നുണ്ടില്ലയോ? പിന്നെ മക്കളെന്താ? നീ അങ്ങനെ എന്റെ പൊന്നാര പെങ്ങളെ വയസ്സാങ്കാലത്തല്ലേ താങ്ങും തണലുമാകണ്ടേ? ആരാരും ഇല്ലാത്തപ്പോഴല്ലേ നീ താങ്ങാവേണ്ടത്? ഖദീജ ബീവി റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ട് മുത്തം കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷം കാരണം. എന്നിട്ട് ചോദിച്ചു, എനിക്കൊരു 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുവോ? ഭാര്യ ഭർത്താവിനോടല്ലേ പറയേണ്ടത്? ഖദീജ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, എനിക്കൊരു 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുവോ? എന്താ ഖദീജ? ഞാൻ മരിച്ചാൽ നിങ്ങൾ തന്നെ എന്നെ കുളിപ്പിക്കണം, വേറെ ആരെയും വിടരുത്. എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാ നബിയേ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ
എന്നെ അവസാനമായി കുളിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൈകൊണ്ടാ നബിയേ. നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഖദീജ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാ, എന്നെ നിന്നെ കുളിപ്പിക്കാ. ഖദീജ രണ്ടാമതായി പറയുന്നു, നബിയേ അങ്ങന്റെ മയ്യത്ത് പൊതിയുമ്പോ നമ്മൾ രണ്ടുപേരും കിടക്കുന്ന സമയത്ത് പുതയ്ക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, എന്റെ കഫം പൊതിയുന്ന സമയത്ത് അങ്ങയുടെ ചുമലിൽ എപ്പോഴും കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, അതെന്റെ കഫം തുണിക്കകത്ത് വെക്കണേ യാ റസൂലല്ലാഹ്. ഖബറിൽ കിടക്കുമ്പോഴും നിങ്ങനെ വാസന എനിക്ക് വേണം. നിങ്ങളുടെ ആ വിയർപ്പിന്റെ മണമുണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിന്റെ സുഗന്ധമുണ്ടല്ലോ, ഖബറിനകത്ത് കിടക്കുമ്പോഴും എന്റെ കൂടെ എനിക്ക് വേണം നബിയേ. അതുകൊണ്ട് നിങ്ങൾ എന്റെ മയ്യത്ത് പൊതിയുമ്പോൾ ഈ പുതപ്പന്റെ കഫൻ തുണിക്കകത്ത് വെക്കുമോ നബിയേ? വെച്ച് തരാ ഖദീജ യാ റസൂലല്ലാഹ്. 6 അടി മണ്ണിൽ എന്റെ മയ്യത്തിറക്കുമ്പോ, എന്റെ ജനാസ ഖബറിന്റെ അകത്തിറക്കുമ്പോ നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്നെ ഖബറിനകത്ത് ഇറക്കി വെക്കാൻ. എന്റെ ജനാസ ഖബറിൽ ഇറക്കി വെക്കേണ്ടത് നിങ്ങളുടെ കൈ കൊണ്ടായിരിക്കണം നബിയെ. സാധിപ്പിച്ചു തരുവോ യാ റസൂലല്ലാഹ്? പെങ്ങളെ ഖദീജ യാത്ര പറയുകയാ. മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. ലോകത്തേത് പെണ്ണിനാ ഇതുപോലെയുള്ള ഭാഗ്യം കിട്ടുക? ഏത് പെണ്ണിനാ മോളെ ഇതുപോലെയുള്ള ഭാഗ്യം കിട്ടുക? ഖദീജ ബീവി മുത്തുനബിയോട് യാത്ര പറഞ്ഞു. കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. കഫം പൊതിഞ്ഞപ്പോ തന്റെ കമീതന്റെ ഷാളെടുത്ത് മയ്യത്ത് പൊതിയുമ്പോ കഫം തുണിക്കകത്ത് മുത്തുനബി വെച്ചു. ഖദീജ ബീവിയുടെ മയ്യത്ത് ഖബറിനകത്ത് ഇറക്കി വെച്ചപ്പോ ഖദീജ ബീവിയുടെ കഫം തുണിക്ക് മുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീരിങ്ങനെ വീഴുകയാ. കബറടക്കി 3-40 കൊണ്ട് തീർന്നില്ല വാപ്പാ. മരിക്കുന്ന കാലം വരെ ഖദീജ എന്ന് പറഞ്ഞ കരയുമായിരുന്നു. ഒരിക്കൽ ആയിഷ ബീവി എപ്പോ നോക്കിയാൽ ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചു, ഈ കിളവിയോട് ഇത്ര സ്നേഹമെന്തേ നബിയേ? കിളവിയോട് ഇത്ര സ്നേഹമെന്തേ നബിയേ? കൊച്ചുകുട്ടികളെ കരയുന്നത് പോലെ തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ. ആയിഷ ബീവിയോട് മുത്തുനബി പറഞ്ഞു, എന്റെ ഖദീജയ്ക്ക് തുല്യം എന്റെ ഖദീജയാ. നീയൊക്കെ എത്ര വിചാരിച്ചാലും എന്റെ ഖദീജയെ പോലെയാകില്ല. അതാണ് സഹോദരാ കുടുംബജീവിതം. അതാണ് ഏറ്റവും നല്ല മനോഹരം. അതുകൊണ്ട് ജീവിക്കേണ്ടത് പോലെ ജീവിക്ക്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിർത്തുകയാണ്. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വേണ്ടി നിങ്ങൾ മീശ വെട്ടണേ, തലയിൽ എണ്ണ തേക്കണേ, നിങ്ങൾ കുളിക്കണേ, സുഗന്ധം തേക്കണേ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ജുമഅയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ഒരു വസ്ത്രം മാറ്റി വെക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ എന്ത് ചെയ്യണം? തലയിൽ എണ്ണ തേക്കണം, മീശ വെട്ടണം, നഖം മുറിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ കുളിക്കണം, സുഗന്ധം തേക്കണം. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വേണ്ടി ഒരു വസ്ത്രം നിങ്ങൾ മാറ്റിവെക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വെള്ളിയാഴ്ച മാത്രം പള്ളിയിലെ ഖത്തീബ് ഒരു വസ്ത്രം ധരിക്കും, കമീസ് അല്ലേ? അത് ഒരു വെള്ളിയാഴ്ച മാത്രമേ ഇത് ധരിക്കാറുള്ളൂ. പണ്ടുള്ളവരങ്ങനെ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ഒരു വസ്ത്രം മാറ്റിവെക്കും. എന്റെ വാപ്പാടെ അങ്ങനെ വെള്ളിയാഴ്ച മാത്രം എന്റെ ഉപ്പ ഇടുന്നൊരു വസ്ത്രമുണ്ട്, അത് അന്ന് മാത്രമേ ഇടൂ. പണ്ടുള്ളവരങ്ങനെ. പണ്ടുള്ളവര് വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരു വസ്ത്രം. നമ്മളോ കടയിൽ പോകണ അതേ വസ്ത്രം ഇട്ടുകൊണ്ട് പള്ളിയിൽ കയറും ജുമഅയ്ക്ക്. പക്ഷെ കല്യാണത്തിന് പോകണമെങ്കിലോ കുളിച്ചൊരുങ്ങിയിട്ട് വേറെ വസ്ത്രം ഇട്ടുകൊണ്ട് പോകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് അല്ലാഹ്, അത് നാട്ടുകാര്. ഇതല്ല അള്ളാടെ മുന്നിൽ നിസ്കരിക്കാൻ വരുമ്പോ കൂറ കൈലിയും ഒരു പന്ന ഉടുപ്പും. കല്യാണത്തിന് പോകണമെങ്കിൽ
ആലോചിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ഒരു പ്രത്യേകമായിട്ടോ വസ്ത്രം നിങ്ങൾ കരുതി വെക്കണം. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.